അയ്യപ്പ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്ന പാവം ഭക്തർക്ക് മുന്നിൽ സ്വന്തം ശ്രീകോവിലിന്റെ കട്ടളപ്പടി പോലും സംരക്ഷിക്കാനായില്ല എന്നതാണ് ആ നിസ്സഹായ അവസ്ഥ. അടുത്തത് ഗുരുവായൂരപ്പ കാത്തോണേ എന്ന നിലവിളി ഉയരുകയാണ്. അതിന്റെ അവസ്ഥ ഇനി എന്താണെന്ന് അറിയണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം കോടതിയുടെ പ്രത്യേക പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ പരിപാലനത്തിനും നിയന്ത്രണത്തിനുമായി കേന്ദ്ര സർക്കാരിന്റെ അതോറിറ്റി ഉടൻ വരുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ളവർ കളിയാക്കി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ എന്തിന് കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു ദേവസ്വം സംവിധാനം എന്നാണ് സംസ്ഥാന സർക്കാരും ചോദിച്ചത്. ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റൽ, ആ ഒരൊറ്റ സംഭവം മാത്രം മതി കേന്ദ്ര സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരാൻ. സർക്കാർ അറിഞ്ഞിട്ടില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, പഴയ പ്രസിഡന്റുമാർ അറിഞ്ഞിട്ടില്ല, തന്ത്രി അറിഞ്ഞിട്ടില്ല, മേൽശാന്തിയും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ദ്വാരപാലകന്മാരെയും ശ്രീകോവിലിന്റെ സ്വർണ്ണക്കട്ടളയും അടിച്ചു മാറ്റി എന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരം നൽകാനും ആകുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ 59 പവനോളം സ്വർണം ഇവിടുന്ന് ചെമ്പ് ഷീറ്റാണെന്ന് കൊണ്ടുപോയിട്ട് അതിൽ നിന്നും സ്വർണം വേർതിരിച്ച് 59 പവനോളം സ്വർണം പുറത്ത് അടിച്ചു മാറ്റി വിറ്റെന്നാണ്. ഇത് ഡിവൈൻ സ്വർണമായതിനാൽ ഇതിന് അപ്പഴി ഉരുക്കാതെ അതേപോലെ വിൽക്കുമ്പോൾ അതിന് വില കൂടും, അതിന്റെ ഡിവിനിറ്റി കൂടും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. അതാണ് ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ട്. ഇത് ശബരിമലയിൽ ചെന്ന് അവസാനിക്കും, അവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുന്ന ഗതിയിൽ തെറ്റി. ശബരിമലയിൽ മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലും തീവെട്ടിക്കൊള്ളയെന്നാണ് മറ്റാരുടെ റിപ്പോർട്ടില്ല, സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇപ്പോൾ തുടങ്ങിയതല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളും സാമ്പത്തിക നഷ്ടവും നടന്നതാണ് കണക്കുകൾ. 2019-20 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ അങ്ങനെയാണ് പറയുന്നത്. കാണിക്കയെ ലഭിക്കുന്ന സ്വർണത്തിനും വെള്ളിക്കും ഒരു കണക്കുമില്ല. സ്വർണം, വെള്ളി മുതലായ വിലപിടിപ്പുള്ള ഉരുപ്പടികളുടെ ഭൗതിക പരിശോധന ഒരു രേഖയുമില്ല, നടത്തുന്നുമില്ല. എന്തിനധികം കാണിക്കയെ ലഭിച്ച മഞ്ചാടിക്കുരു പോലും ചാക്ക് കണക്കിന് അവിടെ നിന്ന് അടിച്ചു മാറ്റിയെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. എന്ത് കഷ്ടമാണെന്നോ. ഗുരുവായൂരപ്പനെ തൊഴാനായി ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും അവിടെ ഉരുളിൽ വച്ചിരിക്കുന്ന മഞ്ചാടിക്കുരിൽ ഒന്ന് തൊട്ടാൽ അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന സുരക്ഷാ വിഭാഗമുള്ള ഗുരുവായൂരാണ്. അവിടെയാണ് ഭഗവാന്റെ മഞ്ചാടിക്കുരു പോലും ചാക്ക് കണക്കിന് അടിച്ചു മാറ്റി വിറ്റിരിക്കുന്നത്. പടിഞ്ഞാറെ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന 17 ചാക്ക് മഞ്ചാടിക്കുരു എവിടെ പോയി എന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ചോദിക്കുന്ന കാതലായ ഒരു ചോദ്യം. വിവാദ ഉദ്യോഗസ്ഥനായിരുന്ന SV ശിശിർ അന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലത്തെ കണ്ടെത്തലുകളാണ് ഗുരുവായൂർ ദേവസ്വം ആക്ടിലെ സെക്ഷൻ 24 പ്രകാരം ഇങ്ങനെ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വെള്ളിയുമാണ് ഗുരുവായൂരും കണക്കിൽപ്പെടാത്തത്, കാണാതായത്. ഇവിടെ കൃത്യമായ കണക്ക് സൂക്ഷിക്കാറില്ല എന്നാണ് പരമാർത്ഥം. രജിസ്റ്ററിൽ ഇവ രേഖപ്പെടുത്താറുമില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ദേവസ്വത്തിലെ ആഭരണങ്ങളുടെയും സ്വർണമടക്കമുള്ള ജംഗമ വസ്തുക്കളുടെയും വാർഷിക ഭൗതിക പരിശോധന നടത്തി റിപ്പോർട്ട് എല്ലാ വർഷവും ജൂൺ 30-നകം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് അയക്കണമെന്നാണ് ചട്ടം. സ്വർണം, വെള്ളി മുതലായ വിലപിടിപ്പുള്ള വസ്തുക്കൾ സംബന്ധിച്ച ദേവസ്വം നിയമത്തിൽ അനുശാസിക്കുന്ന പ്രകാരം സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ചീഫ് ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫീസറുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കുടുങ്ങിയിരിക്കും. വെള്ളിയുടെ കാര്യത്തിൽ ഒരു ഭൗതിക പരിശോധന നടന്നില്ലെന്നും 1 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കണമെന്നുമാണ് അന്ന് ഓഡിറ്റുകാർ എഴുതി വെച്ചിട്ട് പോയത്. 2020 ഡിസംബർ 10 നടന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കളിലെ ഭൗതിക പരിശോധന നടത്തി റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് ചീഫ് ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫീസറോട് ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ദേവസ്വത്തിലെ സ്വർണം, വെള്ളി മുതലായ വസ്തുവകകളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഓഡിറ്റ് ഓഫീസിൽ നിന്നും കത്ത് നൽകിയതെങ്കിലും ലഭ്യമാക്കിയില്ല എന്നാണ് അവർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഒരു മാനദണ്ഡവും ഈ കാര്യങ്ങളിലൊന്നും പാലിക്കുന്നില്ലെന്നും കൃത്യമായ ഓഡിറ്റിങ്ങും പരിശോധനയും ഇല്ലാത്തത് കൊണ്ട് വൻതോതിൽ വരുമാന ചോർച്ചയുണ്ടായി. അമൂല്യ വസ്തുക്കൾ, സ്വർണം, വെള്ളി അടക്കമുള്ള കിണ്ടി, ഓട്ടുരുളി അടക്കമുള്ള എല്ലാ അമൂല്യ വസ്തുക്കളുടെയും മോഷണം നടന്നുവെന്നും ഓഡിറ്റുകാർ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പടിഞ്ഞാറെ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന 17 ചാക്ക് മഞ്ചാടിക്കുരു അത് കാണാതായതാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പോയിന്റ്. കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ ലേലം ചെയ്തെങ്കിലും ലേലം എടുത്തയാൾ അത് കൊണ്ടുപോയില്ല. ഒടുവിൽ 2019 ദേവസ്വം ട്രാക്ടറിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ
അത് എടുത്തുകൊണ്ടുപോയതായി ദൃശ്യങ്ങളുണ്ട്. സ്ഥല സൗകര്യം ഒരുക്കാനായി ഇവ വൈജയന്തി കോടതിയിൽ മാറ്റി എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ഈ 17 ചാക്ക് മഞ്ചാടിക്കുരുവിന് പോലും എന്ത് സംഭവിച്ചു എന്ന് ഒരു വ്യക്തതയുമില്ല. അവിടെയും ഡിവൈൻ കച്ചവടം തന്നെയാകും നടന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ മഞ്ചാടിക്കുരു എന്ന രീതിയിൽ ചെറിയ ചെറിയ കിഴികളാക്കി വിറ്റ് കാണും ആരെങ്കിലും ഒരു റാക്കറ്റ്. ശബരിമലയിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ്. ദ്വാരപാലകന്മാരുടെയും ശ്രീകോവിലിന്റെയും കട്ടിളപ്പടിയുടെയും ഒക്കെ സ്വർണം ഇളക്കി മാറ്റി ആ പാളി മുറിച്ച് ഡിവൈൻ സ്വർണം എന്ന നിലയിൽ കച്ചവടം ചെയ്യുകയായിരുന്നു. വിശ്വാസത്തെ വിറ്റ് തുലയ്ക്കുകയായിരുന്നു. ഒരു റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങളാണത്. ഹൈക്കോടതി മുന്നിലുണ്ട് റിപ്പോർട്ട്. അപ്പോൾ ശബരിമലയിലും രക്ഷയില്ല, ഗുരുവായൂരിലും രക്ഷയില്ല. അമ്പലം വിഴുങ്ങികളായ കൈട്ടുവയലുകൾ കൊണ്ട് എല്ലായിടത്തും ഭഗവാന്മാർക്ക് ദുരിതം നൽകുന്ന കാലമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു.